ബിസിനസ്സുകാർക്കുള്ള ടേക്ക് അവേ ആണ്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ ദിവസമാക്കണം. എല്ലാ ദിവസവും നിങ്ങൾ കമ്പനിക്കും എംപ്ലോയീസിനും ബിസിനസിനും മാർക്കറ്റിനും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ദിവസം, ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുമായിട്ട് യാത്ര ചെയ്യൂ എന്ന് മനാഫ് എന്നോട് പറഞ്ഞപ്പോൾ എന്നെ വല്ലാണ്ട് അത് കണക്റ്റഡ് ആക്കി. എല്ലാ ഞായറാഴ്ച രാവിലെ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാല് ഉമ്മനെയും കൂട്ടിയിട്ട് ഒരു ഹാഫ് ഡേ ട്രിപ്പാ. ഏതൊരു ഉമ്മക്കായാലും പോറ്റി വലുതാക്കി കഴിഞ്ഞിട്ട് പിന്നെ വലുതായി കഴിഞ്ഞാൽ ഈ മോനെ നഷ്ടപ്പെടാനുള്ള കിട്ടില്ല. ഭാര്യന്റെ കൂടെ അവന്റെ ജോലിയുടെ കൂടെ അവന്റെ മക്കളുടെ കൂടെ ഉമ്മക്കും ഒരു ടൈം ഉണ്ടാവണല്ലോ. അങ്ങനെ കോഴിക്കോട് കാക്കൂര് ഭാഗത്തു കൂടി യാത്ര ചെയ്യാം. ഒരു നല്ല ഓല മേഞ്ഞ ചെറിയൊരു ചായക്കട, അത് ഏർലി മോർണിംഗ് ആണല്ലോ, ആവി വാർക്കണ പുട്ടൊക്കെ ഉണ്ട്. അത് കണ്ട് നിർത്തി ഇറങ്ങി ചെല്ലുമ്പോ മുന്നില് അമ്പലത്തിൽ ഉത്സവ. അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു മനക്ക ചായ കുടിക്കാൻ വരിക. ഞാൻ പറഞ്ഞു ഉമ്മ ഉണ്ട്. ഉമ്മനെ കൂട്ടിട്ട് വരിക. ഞാൻ പറഞ്ഞു ഉമ്മ പർദ്ദട്ടിക്കണ്. ഞാൻ എന്റെ അതില് പറഞ്ഞ എന്താ മനക്ക പർദ്ദയിൽ എന്ത് അമ്പലത്തിലേക്ക് നമുക്ക് ഒരു പ്രശ്നമില്ല. അമ്പലത്തിനുള്ളിൽ ഇരുന്ന് നമ്മൾ ചായ കുടിച്ച്. ഇന്ന് അതിലും പരം ഭാഗ്യം എന്താണുള്ളത് മനാഫിന്. ഇതാണ് നമ്മുടെ കേരളം. പർദ്ദയിട്ട ഉമ്മയെ ആനയിച്ചുകൊണ്ട് ഒരു അമ്പല കമ്മിറ്റി അമ്പലത്തിൽ കൊണ്ടുപോയി ഉമ്മയ്ക്കും മോനും കൂടെ ചായ കൊടുക്കുക. ഇതൊക്കെ കേരളത്തിൽ ഇന്നതൊരു വലിയ ഒരു സംഭവമായിട്ട് പറയേണ്ടത് പോലും ഒരു ഗതികേടാണ്. കാര്യം അങ്ങനെയൊന്നും ഇപ്പൊ നടക്കുന്നത് ഒരു വിചിത്രമായ സംഭവമാണ്.